സർവനന്മ കേൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനേ നന്ദിയാ. ആഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറപിടിച്ചു. താതൻ തിരുകാരം തേടിയെത്തി, തൻ്റെ മാറോട് ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 89 സങ്കീർത്തനം 20 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായി ഇരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയും ഇല്ല. ഞാൻ അവൻ്റെ വൈരികളെ അവൻ്റെ മുന്നിൽ തകർക്കും, അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും. എന്നാൽ എൻ്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെ ഇരിക്കും. എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പ് ഉയർന്നിരിക്കും. അവൻ്റെ കൈ ഞാൻ സമുദ്രത്തിന്മേലും അവൻ്റെ വലങ്കൈ നദികളുടെ മേലും നീട്ടുമാറാക്കും. അവൻ എന്നോട്, നീ എൻ്റെ പിതാവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനും ആക്കും. ഞാൻ അവന് എൻ്റെ ദയയെ എന്നേക്കും കാണിക്കും, എൻ്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും. ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിലനിർത്തും. അവൻ്റെ പുത്രന്മാർ എൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പാപങ്ങളെ ശോധന ചെയ്യുവിൻ എന്നതിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പൗലോസ് അപ്പോസ്തലനെ ജനം ശോധന ചെയ്തു. അവർ തെളിവുകൾ അന്വേഷിച്ചു. അപ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, 2 കൊരിന്ത്യർ 13:5, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്നെ ശോധന ചെയ്യുന്നതിന് പകരം നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ശോധന ചെയ്യാതിരുന്നാൽ ഒരുത്തൻ്റെ ഉള്ളിലിരിക്കുന്നത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ഒരു വാഹനം ഓടിക്കണമെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകണം, എങ്കിലേ ലൈസൻസ് കിട്ടുകയുള്ളൂ. ഒരു വ്യക്തിയുടെ അവസ്ഥ പരിശോധനയിലൂടെ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. പലർക്കും ഒരു ഡോക്ടറെ കണ്ട് ശാരീരികമായ പരിശോധനകൾ ഇഷ്ടമല്ല. തക്ക സമയങ്ങളിലുള്ള പരിശോധന നടത്താതിരുന്നാൽ രോഗി മരിച്ചു പോകും. ശാരീരികമായ പരിമിതികളെക്കാൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ആത്മീകമായ പരിശോധന. ആ പരിശോധന നടത്തി പരിഹാരം നടത്തിയില്ലെങ്കിൽ മരണം കഴിഞ്ഞാൽ നിത്യനരകത്തിലേക്ക് പതിക്കും. അവിടെ നിത്യമായ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അതിനാൽ വേദപുസ്തകത്തിലെ ഭക്തന്മാർ വിളിച്ചു പറയുന്നു, ദൈവമേ, ഞങ്ങളുടെ അന്തരംഗങ്ങളെ ശോധന ചെയ്യണമെന്ന് ദാവീദ് പറയുന്നു. എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല, എൻ്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് 17 സങ്കീർത്തനം 3 വാക്യത്തിൽ കാണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ.
എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തേണമേ എന്ന് സങ്കീർത്തനം 139 23 24 വാക്യങ്ങളിൽ കാണുന്നു. നാം നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ ആത്മീയ നിലവാരം എവിടെ നിൽക്കുന്നു എന്നറിയുക. നമ്മുടെ നടപ്പ് ശോധന ചെയ്യണം. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക എന്ന് വിലാപങ്ങളുടെ പുസ്തകം 3:40 കാണുന്നു. നാം നമ്മുടെ ഓരോ പ്രവൃത്തികളും ശോധന ചെയ്യണം. ഓരോരുത്തൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്ന് ഗലാത്യർ 6:4 കാണുന്നു. നാം നമ്മുടെ തെറ്റുകളെയും മറഞ്ഞിരിക്കുന്ന രഹസ്യ പാപങ്ങളെയും സ്വമേധാ പാപങ്ങളെയും ശോധന ചെയ്യണം. പാപമാണെന്ന് അറിയാതെ ചെയ്യുന്ന അനേക തെറ്റുകൾ ജീവിതത്തിൽ വന്നുകൂടാ. നാം രഹസ്യമായി ചെയ്യുന്ന മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യ പാപങ്ങളെ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. മനഃപൂർവ്വമായി ചെയ്യുന്ന പാപങ്ങളിൽ നിന്നും മോചനം നേടണം. പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ് ഹല്ലേലൂയ. ഓലമേഞ്ഞ വീടിന്റെ മുകളിലൂടെ സൂര്യകിരണങ്ങൾ പതിഞ്ഞാൽ ഓലയുടെ ഇടയിലൂടെ സുഷിരത്തിലൂടെ ഒരു ചെറിയ രശ്മി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ആ ലൈറ്റിൽ ആ ഭവനത്തിൽ എത്ര പൊടിയുണ്ടെന്ന് അറിയുവാനായി കഴിയുന്നു. ദൈവികമായ പ്രകാശം കടന്നു വരുമ്പോൾ നമ്മുടെ മാലിന്യവും ആ പ്രകാശത്തിൽ തെളിഞ്ഞു വരും. ആ മാലിന്യം വെടിപ്പാക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കല്ലായുള്ള ഹൃദയങ്ങളെ മാറ്റി മാംസളമായ യേശു വസിക്കുന്ന ഹൃദയം സ്ഥാപിക്കുക എന്നതാണ്. അത് കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരുമെന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36:26 പറയുന്നു. തന്നെത്താൻ ശോധന ചെയ്ത് പാപങ്ങളെ ഏറ്റുപറവിൻ. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ യേശു നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. 1 യോഹന്നാൻ 1:8-9 തിരുവചനത്തിൽ അത് കാണുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. പ്രിയരേ, നാം നമ്മുടെ കണ്ണുമായി ഒരു നിയമം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3:6 ആ വൃക്ഷഫലം സ്ത്രീ കണ്ടു എന്ന് കാണുന്നു. സ്ത്രീ വൃക്ഷഫലം തിന്നുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു എങ്കിൽ അവൾ അത് കാണുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മുടെ പാപങ്ങൾ അധികവും നമ്മുടെ കണ്ണുകളിലൂടെയാണ് പ്രവേശിക്കുന്നത്. എന്തെങ്കിലും കാണിച്ച് നമ്മെ ആകർഷിപ്പിക്കുവാൻ പിശാചിന് കഴിയുന്നുവെങ്കിൽ അവൻ നമ്മെ നിഷ്പ്രയാസം വഞ്ചിക്കും. അതുകൊണ്ടാണ് വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത് എന്ന് സദൃശവാക്യം 23:31 പറയുന്നത്. ഹല്ലേലൂയ. സദൃശവാക്യത്തിലൂടെ ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഇത് കാണുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചിന്തിച്ചുകൊണ്ട് നാം പലപ്പോഴും പല കാര്യങ്ങളും കാണുന്നു. ആ വൃക്ഷത്തെ കാണുന്നതിൽ എന്താണ് തെറ്റ്? ദൈവം അതിന്റെ ഫലം തിന്നരുതെന്ന് മാത്രമാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് സ്ത്രീ ചിന്തിച്ചിരിക്കും. ഇത് തെറ്റാണോ എന്ന് ചോദിക്കാതെ ഇതാണോ ഏറ്റവും നല്ലത് എന്ന് ചോദിക്കുക. ഹല്ലേലൂയ. സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല, ആദായമുള്ളത് ആരോഗ്യകരമായത് പണിതുയർത്തപ്പെടുന്നത് അല്ല. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 10:23. ഈ ആധുനിക യുഗത്തിൽ പിശാചി ജനങ്ങളുടെ കണ്ണുകളെ സ്വാധീനിച്ച് വർത്തമാന പത്രങ്ങൾ, മാസികകൾ, ടെലിവിഷനുകൾ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് മുതലായവയിൽ ഉള്ളതുപോലെ ലോകത്തിന്റെ പകിട്ടിലും നിറത്തിലും അഹങ്കരിക്കപ്പെട്ട അനാവശ്യമായ അനേക സാധനങ്ങളെ കാണിച്ച് വശീകരിച്ച് കെണിയിൽ അകപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അവയെല്ലാം നിരുപദ്രവകാരികളായ പ്രാക്കളെന്ന് തോന്നിയാലും വളരെ വേഗം
കടിക്കുന്ന സർപ്പങ്ങളായി മാറുന്നു. ആകയാൽ പ്രിയ ദൈവപൈതലേ, നീ കാണുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ജാഗ്രതയുള്ളതായിരിക്കുക. ഇപ്പോൾ തന്നെ നിന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്യുക. അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഭൂമിയിലുള്ള സകലത്തിനും ദൈവം സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടല്ലോ. മനുഷ്യൻ ചിലതിന് വില കൽപ്പിക്കാറില്ല. കാക്ക ഏലിയാവിന് ആഹാരം കൊടുക്കുന്നു, കഴുത ബിലയാമിന്റെ കണ്ണു തുറന്നു, പുഴു യോനയെ ദൈവത്തിന്റെ മനസ്സലിവിന്റെ ആഴം പഠിപ്പിച്ചു, കോഴി പറഞ്ഞ വാക്കുകൾ പത്രോസിനെ മാനസാന്തരത്തിലേക്ക് നടത്തി. ഇതുപോലെ ഹല്ലേലൂയ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മിലൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ, ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. അതിനായി പിറുപിറുപ്പ് കൂടാതെ അതിന്റെ സമയം വരുന്നതുവരെയും ക്ഷമയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സകല നന്മകൾക്കും നന്ദി പറയുന്നു കർത്താവേ. ഇത്രത്തോളം അടിയങ്ങളെ സ്നേഹിപ്പാൻ മാനിപ്പാൻ അടിയങ്ങൾ എന്തുള്ള കർത്താവ്, ഇത്ര ആഴമായി സ്നേഹിപ്പാൻ അങ്ങ് കാണിച്ച മകൾ സ്നേഹത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ വിഷയങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്ന എല്ലാ മക്കൾക്കും യേശുവിന്റെ സന്തോഷവും സൗഖ്യവും സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവർക്ക് അതിൽ നിന്നൊരു മോചനം നൽകണം. ഹല്ലേലൂയ. കർത്താവേ, രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. സകല ജനവും നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണം. എത്ര വേഗത്തിൽ ജീവിതത്തിലെ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ജീവപുസ്തകത്തെ പേരെഴുതപ്പെട്ട മക്കളായി തീരുവാൻ ദൈവം സഹായിക്കണം. അനുഗ്രഹിക്കുവാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിലെ നിറയുമാറാകട്ടെ. ആമേൻ.